യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ നാളുകളിൽ അതിപ്രസക്തമായിരിക്കുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മാതാപിതാക്കളെ വളരെ ഉപദ്രവിക്കുന്ന ഒരു തലമുറ നമ്മുടെ ദേശങ്ങളിൽ പ്രബലമായിരിക്കുന്നു. തങ്ങളെ കരുതി വളർത്തിയതായ അപ്പനെയും അമ്മയും കരുതുന്നില്ല എന്നതിലുപരിയായി അവരെ ഉപദ്രവിക്കുവാനും നിർദാക്ഷിണ്യം കൊലപ്പെടുത്തുവാനും ഇന്നത്തെ മക്കൾ തയ്യാറായിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? പ്രധാന കാരണമായി നമുക്ക് കാണാൻ പറ്റുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തികൾ നിമിത്തം മനുഷ്യർ തങ്ങളെ തന്നെ മറന്നിട്ട് സ്വന്തം അമ്മയുടെ അറുത്ത് കൊന്നുകളയുവാനും സ്വന്തം പിതാവിനെ അപ്രകാരം കൊല്ലുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ ഇന്നത്തെ തലമുറ യാതൊരു മടിയും കാണിക്കാത്തവരായി മാറിയിരിക്കുന്നു. അപ്പനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ വളർന്നു വരുന്നില്ല എന്ന് മാത്രമല്ല, വളർത്തിയവർ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാതെ അവരെ ഉപദ്രവിക്കുന്ന ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടുവരികയാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം 2-3 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയാകുന്നു. ദൈവമായ കർത്താവ് കൽപ്പന നൽകുമ്പോൾ 10 കൽപ്പനകളിൽ 5-ാമത്തെ നിരകളിൽ നിൽക്കുന്ന അതിപ്രധാനമായ കൽപ്പന, ആ കൽപ്പന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ കൽപ്പനയായി മാറുന്നു. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അതെന്താണ്? വാഗ്ദത്തത്തോടു കൂടിയ കൽപ്പനയാണ്. ഹോണർ യുവർ ഫാദർ ആൻഡ് മദർ, വിച്ച് ഈസ് ദ ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് വിച്ച് എ പ്രോമിസ്. ഹോണർ യുവർ ഫാദർ ആൻഡ് മദർ, which is the first commandment with a promise. With the promise, God is giving a commandment that honor your father and mother. But we are not able to see such kind of things in this generation. There are lots of children, they are respecting, they are giving good care to their parents. But in today's world, we are not able to see such kind of caring mentality from the young people, even from the children. ഒരു സുവിശേഷ നിലയിൽ, ഒരു പാസ്റ്റർ നിലയിൽ ഞാൻ യാത്ര ചെയ്തിടങ്ങളിൽ, ശുശ്രൂഷകൾക്ക് പോയിടങ്ങളിലൊക്കെയും അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും കരുതാനും ആവോളം അവർക്ക് ആവശ്യമാകുന്ന നിലകളിൽ വേണ്ട കൈത്താങ്ങലുകൾ കൊടുക്കുവാനും ഞാനും അതോടൊപ്പം തന്നെ ഈ വചനഭാഗങ്ങൾ കേൾക്കുന്നവരും ബാധ്യസ്ഥരാണ് എന്നുള്ളത് തിരുവചനത്തിലെ വാഗ്ദത്തമാകിയാൽ നമ്മളത് ചെയ്തേ പറ്റുകയുള്ളൂ. ഒരു പാസ്റ്റർ നിലയിൽ ഞാനും എൻ്റെ കുടുംബവും, ഞാൻ എൻ്റെ വൈഫിനോട് പറയാറുണ്ട്, എൻ്റെ കുഞ്ഞിനോട് പറയാറുണ്ട്, എന്ത് ചെയ്യണം? പിതാവിനെ മാതാവിനെ അല്ലെങ്കിൽ അപ്പച്ചനെ അമ്മച്ചിയെ എന്ത് ചെയ്യണം? കരുതണം, ബഹുമാനിക്കണം. അത് നമ്മുടേതായ ആവശ്യമാണ് എന്നതിനോടൊപ്പം തന്നെ വചനത്തിൻ്റെ വാഗ്ദത്തമാകുന്നു. അപ്പനെയും അമ്മയെ അനുസരിക്കാതെ മറ്റിടങ്ങളിൽ നിന്നൊക്കെ മറ്റ് ബന്ധങ്ങൾ കൂടുന്നതായ തലമുറകളെ നമ്മൾ കാണാറുണ്ട്. അവസാനം വീടുകളിൽ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ആസക്തികൾ നിമിത്തം അവരെ ചുറ്റികൊണ്ട് അടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവർക്ക് വേണ്ടതായ കരുതൽ കൊടുക്കുവാനും മറന്നു പോകുന്നതായ, എന്തിനേറെ പറയുന്നു, ആത്മീകന്മാരുടെ കുടുംബങ്ങളിൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു, അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് നിന്നും മലപ്പുറത്ത് നിന്നും, എന്തിനേറെ പറയുന്നു, നമ്മുടെ ദേശത്തിൻ്റെ വിവിധ സംസ്ഥാനത്തിലുള്ളതായ വിവിധ ജില്ലകളിൽ നിന്നൊക്കെ, വിവിധ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്നതായ വാർത്തകൾ നമ്മുടെ കരളിനെ അലിയിച്ച് കളയുന്നതാണ്. എന്നാൽ ആത്മീക ലോകം മാറേണ്ടിയിരിക്കുന്നു. വഷളത്വം നിറഞ്ഞ തലമുറ, വക്രത നിറഞ്ഞ തലമുറ, കോട്ടം, വൈകല്യം ഉള്ള തലമുറ, മ്ലേച്ഛതകളും മാലിന്യവും കുമിഞ്ഞുകൂടിയിരിക്കുന്നു. കഞ്ചാവ്, മറ്റ് സ്റ്റാമ്പുകൾ, ലഹരി വസ്തുക്കൾ, വിവിധങ്ങളായ
മയക്കുമരുന്നുകളുടെ ഉപയോഗങ്ങൾ നിമിത്തം ഇന്നത്തെ തലമുറ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ പ്രാർത്ഥനയിലും ദൈവകൃപയിലും ആശ്രയിച്ച് ആ തലമുറകളെ ദൈവസന്നിധിയിൽ മടക്കി വരുത്തേണ്ടതും, ക്രൂരമായ ഹൃദയത്തിൻ്റെതായ ചിന്തകളുള്ളവരെ ദൈവസ്നേഹത്തിലേക്ക് മടക്കി വരുത്തേണ്ടതും ഇന്നിൻ്റെ ശുശ്രൂഷകന്മാരുടെയും ദൈവസഭകളുടെയും ഒക്കെ അനിവാര്യമായ വസ്തുതയാണ്. ആകയാൽ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ മേന്മയുള്ളതായ, മറ്റുള്ളവർ നമ്മളെ ആക്ഷേപിക്കുവാൻ വിരൽ ചൂണ്ടുമ്പോൾ നമ്മുടേതായ ആത്മീക ജീവിതത്തെയും നമ്മുടേതായ തലമുറകളെയും നമ്മുടെ കുടുംബജീവിതത്തെയും പകയ്ക്കുവാൻ, തകർക്കുവാൻ വെല്ലുവിളികളുമായി എഴുന്നേറ്റ് വരുമ്പോൾ അതിന് നടുവിൽ അപവാദിക്ക് പറയുവാൻ അവസരം കൊടുക്കാതെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നുവെന്ന് തിരുവചനം നമ്മളെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് 6-ാം അധ്യായം, എഫേസ്യ ലേഖനം 6-ാം അധ്യായം പറയുന്നത്, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിനത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടി ആദ്യത്തെ കൽപ്പനയാകുന്നു. ഇനിയും എന്താണ് പിതാക്കന്മാരോട് പറയുന്നത്? പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. കർത്താവിൻ്റെ ബാലശിക്ഷ ദൈവവചനം അവർക്ക് നൽകിക്കൊടുത്ത് അവരെ പഥ്യോപദേശത്തിൽ പോറ്റി വളർത്തണം. പഥ്യോപദേശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ആത്മീക കുടുംബങ്ങളിൽ നടക്കുന്ന തകർച്ചകൾ വളരെ ഭീകരമാണ്. മക്കൾക്ക് പഥ്യോപദേശം നൽകാതെ വളർത്തുന്നതായ ആളുകൾ വേദനാജനകമായ സാഹചര്യങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ തിരുവചനം വിളിച്ചു പറയുന്നുണ്ട്, ഒരു കഴുകൻ കൂടിറക്കി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് നമ്മളെ ശീലിപ്പിക്കുകയാണ്. നാം തളരുമ്പോൾ നാം വീണു പോകാതിരിക്കുവാൻ തൻ്റെ ചിറകടിയിൽ നമ്മളെ സൂക്ഷിച്ച് നമ്മളെ താങ്ങി നിർത്തുന്നതായ ആ ദൈവകൃപയിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. നമ്മുടെ കുടുംബം ക്രിസ്തുവിന് കൊള്ളാവുന്ന കുടുംബമാകട്ടെ. നമ്മുടെ തലമുറകൾ ക്രിസ്തുവിന് കൊള്ളാവുന്നവരാകട്ടെ. പിതാക്കന്മാരെ സ്നേഹിക്കുവാൻ, മാതാക്കളെ കരുതുവാൻ, അവർ പഥ്യോപദേശത്തിൽ മക്കളെ വളർത്തുവാൻ, ഇങ്ങനെ കുടുംബജീവിതത്തിൻ്റെയും ആത്മീക ജീവിതത്തിൻ്റെയും പവിത്രതയും പക്വതയും കാട്ടി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വഷളത്വത്തിലേക്ക് മക്കളെ വലിച്ചു കൊണ്ടുപോകുന്ന മാതാക്കളുള്ളൊരു കാലഘട്ടത്തിൽ, മദ്യം തലമുറകളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന പിതാക്കന്മാരുള്ള കാലഘട്ടത്തിൽ, ഒന്നിച്ചുകൂടി ഒരു ടേബിളിൽ, ഒരു വട്ടമേശയിൽ മദ്യവും മയക്കുമരുന്നുകളും അപ്പനും അമ്മയും ചേർന്ന് നുകർന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ, മലിനതയിലേക്ക് തലമുറകളെ വലിച്ചു കൊണ്ടുപോയി വലിയ ഭീകരമായ വിപത്തിലേക്ക് മക്കളെ കൊണ്ടുചെന്നെത്ത് എത്തിച്ച ലോകം അതിൻ്റെതായ ശാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും വീണു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റാതെ, ഒരുപക്ഷെ സ്കൂളുകൾ വിട്ടു വരുമ്പോൾ കവലകളിൽ ചെന്ന് നിന്നാൽ അവിടെ നടക്കുന്നതായ കൊച്ചു കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നതായ, അല്ലെങ്കിൽ യൗവന പ്രായത്തിലേക്ക് വരാത്ത അഡോളസൻസ്, ആ നിലയിലുള്ളതായ കുഞ്ഞുങ്ങൾ കാട്ടിക്കൂട്ടുന്നതായ വികൃതികൾ, വൈകല്യങ്ങൾ ഇന്ന് നമ്മുടെ കവലകളിൽ, നമ്മുടെ സിറ്റികളിൽ, സ്കൂൾ പരിസരങ്ങളിലൊക്കെ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് വളരെ ഭീകരമായൊരവസ്ഥയാണ്. ഈ ലോകത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണ്, ആ ക്രിസ്തുവിൻ്റെ വചനത്തിലുള്ളതായ പഥ്യോപദേശത്തിലുള്ളതായ പരിപാലനം മാത്രമാണ് ദൈവമക്കൾക്ക് ആശ്രയമായിരിക്കുന്നത്. ആ ദൈവകൃപയിൽ ആശ്രയം വെച്ച് നമ്മളെ കരുതുന്ന കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ കൂടനക്കി പറന്ന് ആ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് അവരെ തൻ്റെ ചിറകു മീതെ വഹിക്കുന്നതായ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയം വെച്ച് നമുക്ക് ജീവിക്കാം. നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.